നമസ്കാരം. ആരാകും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന തീരുമാനം ഇന്നറിയാം. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിൽ തീരുമാനമെടുക്കും. കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പദവി പിണറായി വിജയൻ ഏറ്റെടുത്തേക്കില്ല എന്ന സൂചനകളുണ്ട്. അതേസമയം പാർട്ടി ആവശ്യപ്പെട്ടാൽ പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്ന സൂചനകളും ചില റിപ്പോർട്ടുകളായി പുറത്തുവരുന്നുണ്ട്. തോൽവിയുടെ ഉത്തരവാദിത്വവും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അദ്ദേഹം പിന്മാറിയേക്കുമെന്നാണ് നിരീക്ഷണങ്ങൾ. പിണറായി കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനാണ് സാധ്യത കൂടുതൽ. മുഖ്യമന്ത്രിക്ക് പുറമെ ഇക്കുറി വിജയിച്ച ഏക കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ബാലഗോപാൽ. പ്രമുഖ നേതാക്കളെല്ലാം UDF തരംഗത്തിൽ അടിപതറിയ സാഹചര്യത്തിലാണ് ബാലഗോപാലിലേക്ക് ചർച്ചകൾ നീളുന്നത്. ബാലഗോപാൽ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം പ്രകടിപ്പിച്ചാൽ പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജി ചെറിയാനും PM മുഹമ്മദ് റിയാസ് എന്നിവരാകും പരിഗണിക്കപ്പെടുക. ഇതിൽ സജി ചെറിയാനാണ് പാർട്ടിയിൽ സീനിയർ. അതേസമയം ദുർബലമായ പ്രതിപക്ഷമായി മാറാതിരിക്കാൻ പിണറായി തന്നെ സഭയിലെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. മുന്നണിക്ക് പരാജയമുണ്ടാകുമ്പോൾ നയിക്കാതെ മാറി നിൽക്കുന്നത് രാഷ്ട്രീയമായി വിമർശിക്കപ്പെട്ടേക്കാമെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ധാർമ്മികമായി പിണറായിക്ക് ഇനി പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നവരുമുണ്ട്. പിണറായി പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ പകരം ബാലഗോപാലായിരിക്കും പദവിയിലെത്തുക. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ ഉപനേതാവായി നിശ്ചയിച്ചിരുന്നു. അതേ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ പിണറായിക്കൊപ്പം KN ബാലഗോപാലിനെ ഉപനേതാവാക്കിയേക്കും. തെരഞ്ഞെടുപ്പ് തോൽവിയും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇഴകേറി പരിശോധിക്കും. ന്യൂനപക്ഷങ്ങളുടെ ഇത്രയും ശക്തമായ ഇടതുവിരുദ്ധ ഏകീകരണം മുൻകൂട്ടി കാണാനായില്ല. SIR-ന് ശേഷമുണ്ടായ സാഹചര്യങ്ങൾ ഇടതുവിരുദ്ധ തരംഗത്തിനിടയാക്കി. കണ്ണൂരിൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പ്രതിഫലിച്ചെന്നുമാണ് വിലയിരുത്തൽ. പാർട്ടി കോട്ടകളിലെ തിരിച്ചടി പ്രത്യേകം പരിശോധിക്കും. നേതൃത്വത്തിന്റെ നയപരമായ പാളിച്ചകളും നേതൃത്വം വിലയിരുത്തും. കണ്ണൂരിലെ കനത്ത പരാജയത്തിലും വിമതരുടെ വിജയത്തിലും നേതൃത്വത്തിന് വിമർശനത്തിന് സാധ്യതയുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെയാണ് പിണറായി കണ്ണൂർ വിമാനത്താവളത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതും തിരുവനന്തപുരത്ത് വിമാനത്തിൽ വന്നിറങ്ങി കാറിൽ കയറിയതും. എന്തെങ്കിലും പറയാനുണ്ടോ CMA എന്ന് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും അദ്ദേഹം ഒരക്ഷരം മിണ്ടിയില്ല. തിരുവനന്തപുരത്ത് CM എന്ന മാധ്യമപ്രവർത്തകർ ഉറക്കെ വിളിച്ചെങ്കിലും കേട്ട ഭാവം നടിക്കാതെ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറി പോവുകയായിരുന്നു. സുരക്ഷാ വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയൊന്നുമില്ലാതെ AKG സെന്ററിൽ നിന്ന് വന്ന സ്വകാര്യ വാഹനത്തിൽ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പമാണ് മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോയതും. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ സൈബർ ഇടത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. മത്സരിച്ച് ജയിച്ച ശേഷം പ്രതിപക്ഷ നേതാവാകാതെ പിണറായി മാറി നിന്നാൽ അതിലും വിമർശനം നേരിട്ടേക്കാം. മുന്നണി രൂപം കൊണ്ട ശേഷമുള്ള ഏറ്റവും ദുർബലമായ അംഗസംഖ്യയുമായിട്ടാണ് LDF പ്രതിപക്ഷത്തിരിക്കുന്നത്. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് പ്രതിപക്ഷത്തിൻ്റെതാക്കി മാറ്റുകയും ചെയ്തിരുന്നു. CMO മീഡിയ എന്നത് ഓപ്പോസിഷൻ മീഡിയ എന്നാക്കിയാണ് മാറ്റിയത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും CPM-നും ഇടതുപക്ഷത്തിനും കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. നിയമസഭയിൽ വെറും 35 സീറ്റുകൾ മാത്രമായി ഇടതുപക്ഷം ചുരുങ്ങിയതോടെ വരാനിരിക്കുന്ന രാജ്യസഭാ ഒഴിവുകളിലേക്ക് തങ്ങളുടെ പ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കുക എന്നത് LDF-ന് വലിയ കീറാമുട്ടിയാണ്. സാധാരണഗതിയിൽ 3 ഒഴിവുകൾ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരംഗത്തെ വിജയിപ്പിക്കാൻ കുറഞ്ഞത് 36 MLA-മാരുടെ പിന്തുണ ആവശ്യമാണ്. എന്നാൽ നിലവിൽ 35 അംഗങ്ങൾ മാത്രമുള്ള ഇടതുപക്ഷത്തിന് ഒരംഗത്തെ പാർലമെന്റിന്റെ ഉപരിസഭയിലേക്ക് അയക്കണമെങ്കിൽ പോലും BJP-യുടെ സഹായം തേടേണ്ടി വരുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. മറുഭാഗത്ത് 102 MLA-മാരുള്ള ഭരണപക്ഷമായ UDF-ന് വരും വർഷങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കാനും സാധിക്കും. 2027-2028 കേരളത്തിൽ 6 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഒഴിവുകൾ വരുന്നത്. ഓരോ വർഷവും 3 വീതം ഒഴിവുകൾ വരുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF തൂത്തുവാരാൻ സാധ്യതയേറെയാണ്. നിയമസഭയിൽ ആകെ അംഗബലത്തെ ഒഴിവ് വരുന്ന സീറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനാവശ്യമായ കുറഞ്ഞ വോട്ടുകൾ നിശ്ചയിക്കുന്നത്. ഇതനുസരിച്ച് 3 ഒഴിവുകൾ വരുമ്പോൾ 36 പേരുടെയും 2 ഒഴിവുകൾ വരുമ്പോൾ 47 പേരുടെയും പിന്തുണ അനിവാര്യമാണ്.